ഏട്ടനും തമ്പുരുമൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെയുള്ള കുറച്ച് സമയം ഒരു അരമുക്കാൽ മണിക്കൂർ എന്തായാലും ഞാൻ മുറ്റത്തൊക്കെ തന്നെ ആയിരിക്കും. ചെടിയുടെ അടുത്തും ചെടിക്ക് വെള്ളം ഒഴിക്കാനും വെയിൽ കൊള്ളാനും അങ്ങനെയൊക്കെ അങ്ങ് ഇറങ്ങി നിൽക്കും. അപ്പോൾ ഇത് വീട്ടിൽ പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അമ്മ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഇവിടെ മൺതക്കാളി ഉള്ളതിൻ്റെ ഒരു തൈ കൊണ്ട് ചെല്ലണം. നമ്മുടെ ഈ സാധനം ഇല്ലാത്തത് കൊണ്ട് അവിടെയും കൂടെ ഒന്ന് നട്ട് നോക്കാൻ കിളിക്കുമോ ഇല്ലയോ എന്നറിയാമല്ലോ. അപ്പം അങ്ങനെ ഞാനൊരു ബോട്ടിലിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തിലോട്ട് കുറച്ച് മണ്ണ് ഗ്രോ ബാഗിൽ നിന്ന് തന്നെ ഇട്ടു. എന്നിട്ട് 2 തൈ നിപ്പുണ്ടായിരുന്നു, അത് 2 എടുത്തു. ആദ്യം കവറിലെടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാകുമ്പോൾ മണ്ണ് താഴെ വീഴത്തതും ഇല്ല, വണ്ടിയിലെങ്ങും മണ്ണാവത്തതും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോട്ടിലിനകത്തിലെടുത്തു. ഒരു തൈ നിന്നത് ചെടിയുടെ കൂടെ ആയിരുന്നു. അതിന് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വേര് പോവാതെ പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്നു. അങ്ങനെയാണ് എടുത്തത്. ഗ്രോ ബാഗിനകത്തിൽ അങ്ങനെ നിൽക്കുന്നതൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ, പുതിയതായിട്ടൊന്നും വെച്ചിട്ടില്ല. കാരണം ഇനി ഈ വർഷം എങ്ങാനും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വിഷമമാണ് ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണമല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും നട്ടിട്ടില്ല. നിൽക്കുന്നതൊക്കെ തന്നെ വെള്ളം ഒഴിച്ച് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ഗ്രോ ബാഗിനകത്തിലൊക്കെ ചെടിയൊക്കെ നട്ട് വയ്ക്കാനും കൃഷി സാധനങ്ങളൊക്കെ നടാനും പിന്നെ അതിനകത്തുനിന്ന് കായൊക്കെ ഉണ്ടാകുന്നതൊക്കെ എടുത്ത് നമ്മൾ കറി വയ്ക്കുകയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് മിക്കവാറും ഞാൻ കുറച്ച് സമയമൊക്കെ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ പിന്നെ അധികം മെനക്കെടാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. പോവേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം എല്ലാം പിന്നെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. ഗ്രോ ബാഗൊക്കെ എത്ര കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ളൊരു സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ മെനക്കെടുന്നത്. എന്തായാലും ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഞാൻ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ അങ്ങ് സ്റ്റക്കായി പോകും. തക്കാളിയൊക്കെ നട്ട് വെച്ചിട്ട് നിറയെ കായ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു വെളുത്ത കളറ് ഒരു പ്രാണി അതിനകത്തിൽ ശല്യം ചെയ്യുന്നു. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ മൂലവശമൊക്കെ മുരടിച്ച പോലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് പിഴുത് കളയാമെന്ന് വിചാരിച്ച് ആ കായം കൂടെ ഉണ്ടായിട്ട് 11 മണിയുടെ അലാം അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് കയറി. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ തമ്പുരിനെ അങ്ങോട്ട് വിടുന്നതും കാണാം, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതാ 1:30 ഉച്ചവരെ ക്ലാസ് ഉള്ളത് കൊണ്ട് പോകുന്നതും കാണാം വരുന്നതും കാണാം. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. രാവിലെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. പക്ഷെ തമ്പുരു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരാഗ്രഹം ബിരിയാണി കഴിക്കാൻ. ആഗ്രഹങ്ങളൊന്നും പിന്നെ നമ്മൾ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ബിരിയാണി അപ്പം തന്നെ ഓർഡർ ചെയ്തു. തമ്പുരുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും ബിരിയാണി വന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ആളൊരു 2 മണിക്കൂർ സമയം ഉറങ്ങും. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം അതൊക്കെ മതി. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മീനിരുന്ന് എടുത്ത് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തരും. ഇതിപ്പോൾ മീൻകാരൻ ഇതുവഴി കൊണ്ടുവന്ന ആയതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ച് പോയതാണ്. പിന്നെ മെനക്കെട്ടാണെങ്കിൽ ഇത് കഴുകിയല്ല പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ മീൻ കഴുകുന്നത്. ഒരു വിധത്തിലൊക്കെ കഴുകി പറക്കി എടുത്തു. അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയും നമുക്കിതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡ്രസ്സ് എടുക്കൽ പരിപാടികൾ. വീട്ടിലേക്ക് ഇപ്പോൾ 2 ദിവസത്തേക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബാഗിൽ മാത്രം ഡ്രസ്സ് എടുത്താൽ മതി. അപ്പോൾ തന്നെ വൈകുന്നേരമായി. പിന്നെ ഞാനും തമ്പുരും കൂടെ പാല് വാങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ എന്തായാലും ഈ കണ്ടത്തിൻ്റെ സൈഡിൽ വന്ന് കുറച്ച് സമയം നിൽക്കും. പിന്നെ കാറ്റൊക്കെ കൊണ്ട് എന്തായാലും ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കും. പ്രകൃതി ഭംഗി ആസ്വദിക്കണമല്ലോ. ആസ്വാദനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ദേ ഈ ഒരു കാ കണ്ടത്. ഞാനിവിടെ പാലക്കാട് വന്നിട്ടാണ് ബേക്കറികളിൽ ഇലന്തിയട എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുള്ളത്. ഈ ഇലന്തിയട എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഈ സാധനം വെച്ച് ഉണ്ടാക്കുന്നതാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് രാത്രിയിലത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കലാണ്. ഞാനും കുഞ്ഞും നേരത്തെ ഫുഡ് കഴിക്കും. ഏട്ടന് വന്നു കഴിഞ്ഞിട്ടേ ഫുഡ് ഉണ്ടാക്കത്തുള്ളൂ. നേരത്തെ ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചപ്പാത്തിക്ക് കറി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ മകൻ പറഞ്ഞത് ചപ്പാത്തിക്ക് കറിയൊന്നും വേണ്ട, ചപ്പാത്തി എഗ്ഗ് റോളായിട്ട് മതിയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചുകൂടെ സൗകര്യമായല്ലോ, പിന്നെ കറി ഉണ്ടാക്കണ്ടല്ലോ. ഏട്ടന് പിന്നെ കറി തീരെ നിർബന്ധമില്ല. ഏട്ടനും ഇത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു റോൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്തില്ല. അവന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ എടുത്തു. അപ്പം ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഠിത്തവും എല്ലാം കഴിഞ്ഞ് ഈ വർഷത്തെ പുതിയ തീരുമാനമായിരുന്നു ജിമ്മിൽ ജോയിൻ ചെയ്യണമെന്നുള്ളത്. അത് പക്ഷേ ഈ വർഷം ആദ്യം തന്നെ ജോയിൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്തോ അങ്ങനെ സംഭവിച്ചു. അപ്പം ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പറയുന്നത് നാണംകേടാണോ എന്നറിയത്തില്ല, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പാനിപ്പൂരി കഴിക്കുന്നത്.
ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഏട്ടൻ പാനിപ്പൂരി വാങ്ങിച്ചു. കഴിക്കാൻ ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ സാധനം കാണുന്നിടത്തൊന്നും എനിക്കത്ര വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത്. ഇത് കണ്ടിട്ടും എനിക്കങ്ങനെ വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരിത് കൊണ്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു, പിന്നെ നിർത്തി. എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ വാങ്ങിച്ചതായതുകൊണ്ട് ഏട്ടനതും കഴിച്ചു. അപ്പോൾ കഴിപ്പെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്.